ഡോക്ടറും ആയമാരും നഴ്സസും ഒക്കെ പോയോ? അവര് രാവിലെ തന്നെ പോയി. മാഗി എന്താ പോകാതിരുന്നത്? ശമ്പളം എല്ലാം കണക്ക് തീർത്ത് കിട്ടിയില്ലേ? ഉവ്വ്, വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. സാറ് വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നറിയാം. ഏയ്, ആര് പറഞ്ഞു? ഒരു വിവാഹമൊക്കെ കഴിച്ചാൽ വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊന്നും വേണ്ട. ഒരു മകൻ ഉണ്ടാവണമെന്ന് ഒരു വട്ട് തോന്നി, അത് കഴിഞ്ഞു. ഇനി ചേഞ്ചുള്ള മറ്റെന്തെങ്കിലും വട്ടുണ്ടോ? ഒരു ഗ്ലാസ് എടുക്കും. ഇനി ഈ വീട്ടിൽ മദ്യപാനവും പുകവലിയോ ഒക്കെ ആകാം, അല്ലേ? മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ കേട്ടിട്ടില്ലേ? ചെല്ലു. എന്താ ചന്ദ്രദാസ് ഇത്? നിങ്ങളുടെ കുഞ്ഞ് ആനി. ഇവനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും തോറ്റുപോയി രാജീവ്. ആനി സമ്മതിച്ചോ? സമ്മതിക്കേണ്ടി വന്നു. വന്നു. മാഗി, ഇത് സ്വപ്നമല്ലല്ലോ, അല്ലേ? അല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പണം കൊണ്ട് നേടിയ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. താങ്ക് യു, താങ്ക് യു. ആനി കാറിലുണ്ട്. ഞങ്ങൾ ഈ നാട് വിട്ടു പോവാണ്. ഒരു ചേഞ്ച് അവൾക്ക് വേണം. അല്ലെങ്കിൽ എന്താ ഇനി ഇത്? എല്ലാം നീ സമ്മതിച്ചല്ലേ? വയ്യ, എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ വയ്യ. എന്നെ വിടൂ. എനിക്ക് എന്റെ മോനെ തിരിച്ചു തരൂ. എനിക്ക് അവനെ വേണം. എനിക്ക് എന്റെ മോനെ വേണം. ആനി, അപ്പോ നിനക്ക് എന്നെ വേണ്ട അല്ലേ? പറയൂ, രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്നോട് സ്നേഹത്തിന്റെ ഒരു തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ വരണം. അല്ലെങ്കിൽ ചന്ദ്രദാസിനെ പിന്നെ പ്രതീക്ഷിക്കരുത്.
ആനിയുടെ മകൻ. പോയിക്കോളൂ. ചന്ദ്രദാസ്, നിങ്ങൾ വലിയവനാണ്. അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. ഒരു മത്സരത്തിൽ കുടുക്കി ഇവരെ വിഷമിപ്പിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കും. അത് പാടില്ല. കയറൂ. ഞങ്ങൾ ഇനി തിരിച്ചു വന്നൊന്നും വരില്ല. എവിടെയായാലും സുഖമായിരിക്കട്ടെ. അവസാനമായി ഒരു അപേക്ഷ കൂടിയുണ്ട്. അത് നിഷേധിക്കരുത്. മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടാത്ത ചില വിശ്വാസങ്ങളും ഉണ്ടായിപ്പോയി. ഞാൻ മരിച്ചുപോയാൽ വായ്ക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. അതാണ് ആചാരം. അച്ഛൻ്റെ ചിതയ്ക്ക് മകനാണ് തീ കൊളുത്തേണ്ടത്. ചന്ദ്രദാസിന് അറിയാലോ. പരലോകത്തെങ്കിലും മോക്ഷം കിട്ടാതെ പോകണ്ട. ആനി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ മിടുക്കനായി വളരും. നിന്നിലൂടെ ഞാൻ പുതിയത് പലതും പഠിക്കാൻ തുടങ്ങിയാണ്. വയ്ക്കുള്ളൂ. എല്ലാ അമ്മമാരും ആനിയെ പോലാണോ? അതെ കുഞ്ഞെ, മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെക്കുറിച്ചല്ലേ ഓർത്തത്. ഞാനും കേട്ടിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവനും നീറി കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം.